ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 62. 10/2/1988. വസൂല, എന്നെ ശ്രവിച്ച് എഴുതിയെടുക്കുക. ഉവ്വ് കർത്താവേ. ഞാൻ വചനമാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ഞാൻ സ്നേഹത്തിന്റെ ഉറവിടമായ ജീവന്റെ അമൃതാണ്. എന്നിൽ നിന്നാണ് സകലവും ഉത്ഭവിച്ചത്. നിങ്ങളെ രക്ഷിച്ച് വീണ്ടെടുക്കുന്നതിനു വേണ്ടി ഞാൻ ശരീരത്തോടെ ഭൂമിയിൽ അവതരിച്ചു. മകളെ, കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എന്റെ അമ്മയോടും യോഹന്നാനോടും ഞാൻ പറഞ്ഞ വചനങ്ങളെ സംബന്ധിച്ച് എന്റെ സഭയിൽ വളരെയധികം ആശയക്കുഴപ്പമുണ്ട്. കർത്താവായ ഞാൻ എപ്രകാരം എന്റെ അമ്മയെ സ്വർഗത്തിന്റെ രാജ്ഞിയായി മുടിധരിപ്പിച്ചെന്ന് നിങ്ങൾ എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ. കർത്താവേ. അതേ വസൂല. കർത്താവേ, ദൈവമായ അങ്ങ് ആരാണെന്ന് ഇന്ന് ഒരു തവണ അങ്ങ് പറഞ്ഞു. അതിനുശേഷം അങ്ങയുടെ അമ്മയെക്കുറിച്ച് 2 തവണ സംസാരിച്ചു. പരിശുദ്ധ മറിയം അങ്ങയുടെ അമ്മയാണെന്ന് അങ്ങ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മറിയത്തിന്റെ ദൈവമാതാവ് എന്ന വിശേഷണത്തെ അങ്ങ് ഇപ്പോൾ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കർത്താവെ, അങ്ങ് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. പരിശുദ്ധ മറിയത്തിനുള്ള ദൈവമാതാവ് എന്ന സ്ഥാനം പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ നിഷേധിക്കുന്നു. മകളെ, ഞാൻ നിന്നിൽ വളരെയധികം സന്തോഷിക്കുന്നു. നിന്നെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് വ്യർത്ഥമായിട്ടില്ല. എന്റെ പ്രവൃത്തികൾ നീ ഗ്രഹിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിന്റെ ആത്മീയ പഠനം തുടർന്നു കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുക. ഈ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള വരം ഞാൻ നിനക്ക് നൽകാം. വസൂല, എന്നെ വീണ്ടും ശ്രവിക്കുക. എന്റെ വചനങ്ങൾ എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമായ ഞാൻ മനുഷ്യാവതാരത്തിനു വേണ്ടി എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നു. സൃഷ്ടികളെ, നിങ്ങളുടെ ദൈവത്തെ അവൾ പോറ്റി പരിപാലിച്ചു. ഞാൻ അവളിൽ നിന്ന് ഭക്ഷണം സ്വീകരിച്ചു. വചനമായ ഞാൻ അവളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. നിനക്ക് സന്ദേശങ്ങൾ ലഭിക്കുവാൻ ആരംഭിച്ച ആദ്യകാലത്ത് തന്നെ എന്റെ ക്രൂശീകരണത്തിന്റെ ഒരു വിവരണം ദർശനത്തിലൂടെ ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്റെ ദൃഷ്ടി എന്റെ അമ്മയിൽ പതിഞ്ഞു. ഞാൻ അവളെ നോക്കി. ഞങ്ങളുടെ ഹൃദയങ്ങൾ പരസ്പരം സംസാരിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കൾ, നിന്റെയും മക്കളായി തീരേണ്ടതിന് ഞാൻ അവരെ നിനക്ക് നൽകുന്നു. നീ അവരുടെയും അമ്മയായിരിക്കണം. അതേ കർത്താവെ. എന്നാൽ കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങ് പറഞ്ഞ ഈ വാക്കുകൾ യോഹന്നാനോട് മാത്രമുള്ളതാണെന്ന് പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾ പറയുന്നത്. വിധവയായിരുന്ന അങ്ങയുടെ അമ്മയെ അങ്ങയുടെ മരണത്തോടെ യോഹന്നാനെ ഭരമേൽപ്പിക്കുന്നതാണ് ഈ വാക്കുകളിലൂടെ എന്നവർ കരുതുന്നു. പരിശുദ്ധ മറിയം ദൈവമാതാവല്ല എന്നവർ പറയുന്നു. എന്റെ വസൂല, എന്നിരുന്നാലും തിരുലിഖിതം ഒരിക്കലും നുണ പറയില്ല. തിരുലിഖിതം പറയുന്നു, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എഴുതുക. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായി എലിസബത്ത് പ്രകാരം പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? കുരിശിൽ കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് പലരും മനസ്സിലാക്കുന്നതിനേക്കാൾ ആഴമേറിയ അർത്ഥമുണ്ട്. നിങ്ങളുടെ പരിശുദ്ധ അമ്മയായ എന്റെ അമ്മയെ ബഹുമാനിക്കുക. ഇപ്പോൾ എന്റെ തിരുഹൃദയത്തിൽ വിശ്രമിക്കുക. എന്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് എന്നെ പ്രസാദിപ്പിക്കുക. എന്റെ വസൂല, എന്നെ ബഹുമാനിക്കുക. ഉവ്വ് എന്റെ ദൈവമേ. 19/2/1988. റോഡോസ്, ഗ്രീസ്. പിതാവേ, ഇത് ഞാനാണ്. അനേകം വ്യക്തികളെ കണ്ട് സംസാരിക്കുവാൻ എന്നെ അനുവദിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു വഴി തുറന്നു തന്നതിന് അങ്ങേക്ക് നന്ദി. എന്നെ വഴി നയിക്കുന്നതിന് അങ്ങേക്ക് നന്ദി. എന്റെ ദൈവമേ, അങ്ങയുടെ വചനം ശ്രവിച്ച് സൗഖ്യപ്പെടുന്നതിനു വേണ്ടി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഇവരെ എല്ലാവരെയും സഹായിക്കണമേ. വസൂല, എന്നെ ചാരുക. എന്റെ കരം നിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നികൃഷ്ടതയുടെ കാലഘട്ടം. നിങ്ങൾ എത്രമാത്രം അധപതിച്ചിരിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് സ്വയം നടക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. നിങ്ങൾ ശ്രേഷ്ഠരാണെന്ന് വിശ്വസിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. അഹന്തിയാൽ നിങ്ങളെ പോഷിപ്പിക്കുവാൻ സാത്താനെ നിങ്ങൾ അനുവദിച്ചിരിക്കുന്നു. വാക്കുകളാൽ വിവരിക്കാനാവാത്ത വിധം നികൃഷ്ടരായി തീർന്നവരും പാപപങ്കിലരും അന്ധരുമായ നിങ്ങൾ ശാന്തരായി വിശ്രമിക്കുവാൻ തയ്യാറാകുന്നില്ല. ജാഗ്രതയുള്ളവരായിരിക്കുക, നിദ്രാലസരാകരുത്.
എന്തെന്നാൽ സമയം സമാഗതമായിരിക്കുന്നു. എന്റെ ആത്മാവിൽ വ്യാപരിക്കുക, ആത്മവിശ്വാസത്തോടെ എന്നെ സമീപിക്കുക, എന്നെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. നിങ്ങളിൽ അനേകർ പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്റെ പക്കലെത്താറില്ല. എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിക്കുക. ഞാൻ നിങ്ങളെ അനുഭവിച്ചറിയട്ടെ. ഒരിക്കലും എന്റെ പക്കലെത്താതെ തന്നെ അനേകം പ്രാർത്ഥനകൾ ഭൂമിയിൽ തന്നെ വീണുപോകുന്നു. കർത്താവെ, അധര വ്യായാമത്തെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതെ, അധര വ്യായാമത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ടതിന് എന്റെ വചനം ഞാൻ നിങ്ങൾക്ക് നൽകി. ഇപ്പോൾ എന്റെ മാർഗങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി എന്റെ സന്ദേശവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. വന്ന് എന്നിൽ നിന്ന് പഠിക്കുക. എന്റെ സ്നേഹത്താൽ നിങ്ങളുടെ ദുഷ്ടതയെ ഞാൻ മാറ്റിക്കളയും. എന്റെ മാർഗങ്ങൾ അംഗീകരിക്കുക, നന്മയുടെ എന്റെ മാർഗങ്ങൾ സ്വീകരിക്കുക. അവിശ്വസ്തതയുടെ കാലഘട്ടമേ, എന്തുകൊണ്ടാണ് എന്റെ ദൈവിക മാർഗങ്ങൾ നിങ്ങൾ വിസ്മരിച്ചത്? നിങ്ങളുടെ രക്ഷകനായ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. ഞാൻ നിങ്ങളെ പരിത്യജിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇത്രയധികം പാപങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ ഹൃദയം സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഒരു അഗാധ സമുദ്രമാണ്. 20-2-1988. സ്നേഹം നിന്റെ സമീപത്തുണ്ട്. എന്റെ ദുരിതങ്ങളുടെ ആരംഭത്തിൽ എന്നെ കാണുക. എന്റെ സമയം ആസന്നമായിരിക്കുന്നു. ഞാൻ നിന്നിൽ നിന്ന് ഒരു പരിത്യാഗം തേടുന്നു. ധ്യാനിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക. വസൂല ഫ്രെഡറിക്കിയെ കണ്ടുപഠിക്കുക. അവളുടെ ഉപവാസ രീതി എന്നെ പ്രസാദിപ്പിക്കുന്നു. ഞാൻ സഹിച്ച ദുരിതപൂർണങ്ങളായ വേദനയും പരീക്ഷണങ്ങളും ബഹുമാനത്തോടെ നിരന്തരം ധ്യാനപൂർവ്വം അനുസ്മരിക്കുക. അതിനുശേഷം വന്ന് കുരിശിൽ കിടക്കുന്ന നിന്റെ രക്ഷകനായ എന്നെ നോക്കുക. നിന്റെ ധ്യാനവും ഉപവാസവും വഴി എന്നെ പ്രസാദിപ്പിക്കുക. എന്റെ തിരുമുറിവുകളിൽ ജീവിക്കുക. എന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും യഥാർത്ഥ സമയം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. എന്റെ കുരിശുമരണത്തിന്റെ യഥാർത്ഥ സമയം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ ഇടയിൽ സമാധാനം സമൃദ്ധമാകട്ടെ. കഴിഞ്ഞ വർഷം യേശുവിന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും യഥാർത്ഥ സമയം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഓർത്തഡോക്സ് കലണ്ടർ പ്രകാരം അവർ അത് പിന്തുടരുന്നു. നിങ്ങളുടെ ഇടയിൽ സമാധാനം സമൃദ്ധമാകട്ടെ. ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ എന്റെ പീഡാസഹനത്തിന്റെ സമയം. വസൂല, എന്നെ കൂടെ സന്ദർശിക്കുക. എന്റെ സാന്നിധ്യം അനുസ്മരിക്കുക. എന്നെ തൃപ്തിപ്പെടുത്തുക. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞാനും അങ്ങയെ സ്നേഹിക്കുന്നു. റോഡോസ്. വീണ്ടും റോഡോസ് സന്ദർശിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു. ഈ ദൈവിക വെളിപ്പെടുത്തലിലൂടെയുള്ള സന്ദേശങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളവർ മറ്റുള്ളവരെ കൂടി സന്ദർശിക്കുവാൻ എന്നെ ക്ഷണിച്ചു. ഒന്നിച്ചു കൂടിയവർ സന്ദേശം ശ്രദ്ധിച്ചു കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തു. കർത്താവിന്റെ കാരുണ്യത്തെ പ്രതി അവർ അവിടുത്തെ സ്തുതിച്ചു. അനേകർക്ക് സ്വകാര്യമായ വ്യക്തിപരമായ സന്ദേശങ്ങൾ കർത്താവ് കൊടുത്തു. ആ കൂട്ടായ്മ അനുദിനം വളർന്നു വലുതായിക്കൊണ്ടിരുന്നു. അനേകർ ദൈവത്തിലേക്ക് തിരിച്ചു വന്നു. അവർ അവിടുത്തെ നിരന്തരം സ്തുതിച്ചു. യോഗങ്ങളിൽ ജനങ്ങളെ സന്ദർശിച്ചുകൊണ്ട് ദൈവിക സന്ദേശം അവരോട് പ്രഘോഷിച്ചുകൊണ്ട് ദിവസങ്ങളോളം ഞാൻ അവിടെ ചെലവഴിച്ചു. മാനസാന്തരങ്ങളും രോഗശാന്തിയും ധാരാളമായി സംഭവിച്ചു. എന്നോടൊപ്പം ദേവാലയങ്ങൾ സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചവർ എന്നോടൊപ്പം വന്നു. നഗരത്തിലെയും ഗ്രാമപ്രദേശങ്ങളിലെ മലകളിലെയും ദേവാലയങ്ങൾ ഞങ്ങൾ അങ്ങനെ സന്ദർശിച്ചു. ഫാദർ യാനി അദ്ദേഹത്തിന്റെ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടിയവരെ സന്ദേശം വായിച്ചു കേൾപ്പിച്ചു. ഇത് ഫെബ്രുവരി 24-ാം തീയതി ആയിരുന്നു. അനാർക്കിയോറി എന്നറിയപ്പെടുന്ന വിശുദ്ധരായ കോസ്മോസും ഡാമിയന്റെയും പേരിലുള്ള ദേവാലയമായിരുന്നു അത്. അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് വിശുദ്ധ നിക്കോളസിന്റെ പേരിലുള്ള ദേവാലയത്തിൽ ഒരു യോഗത്തിൽ സംബന്ധിക്കുവാൻ എന്നെ ക്ഷണിച്ചു. ഫാദർ വാസിലി എന്നെയും എന്നോടൊപ്പം ഉണ്ടായിരുന്ന 12 സ്ത്രീകളെയും അവരുടെ ഭർത്താക്കന്മാരെയും അദ്ദേഹത്തിന്റെ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്തു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അന്നത്തെ യോഗത്തിൽ 8ാമത്തെ നോട്ട്ബുക്കിലെ ദൈവിക സന്ദേശം വായിച്ചു. അവരിലൂടെ ദൈവം പ്രവർത്തിക്കട്ടെ. 24-2-1988. റോഡോസ്. കർത്താവിന് സ്തുതി. പ്രിയപ്പെട്ടവളെ, നീ വയ്ക്കുന്ന ഓരോ ചൂടും ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട്. പിതാവേ, അങ്ങേക്ക് നന്ദി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതേ കർത്താവെ, വീണ്ടും വീണ്ടും അങ്ങയുടെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ നിങ്ങൾ എല്ലാവരെയും സഹായിക്കും. ഞാൻ എന്റെ ഭവനമായ സഭയെ പുനരുദ്ധരിക്കും. എന്റെ മക്കളെ ഞാൻ സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. നന്മയുടെ മാർഗങ്ങൾ അവർ മറന്നുപോയതിനാൽ ഞാൻ അവരെ എന്റെ മാർഗങ്ങൾ പഠിപ്പിക്കും.
എന്റെ സുവിശേഷം പഠിപ്പിക്കുന്നവർക്ക് ഞാൻ ബോധജ്ഞാനം നൽകും. ഓരോരുത്തർക്കും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നൽകിക്കൊണ്ട് ഞാൻ അവരുടെ വാതിലിൽ മുട്ടും. ഞാൻ എന്റെ തോട്ടത്തെ അലങ്കരിക്കും. നിനക്ക് മനസ്സിലായോ? എന്റെ കർത്താവേ, രക്ഷകനെ, അങ്ങയുടെ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യത്തിന്റെ വാതിൽ അങ്ങ് തുറന്നിട്ടിരിക്കുന്നു. ഞങ്ങളെ രക്ഷിച്ച കർത്താവെ, അങ്ങേക്ക് നന്ദി. കാലഘട്ടമേ, നികൃഷ്ടതയുടെ കാലഘട്ടമേ, ഇതാ മണിക്കൂർ വന്നെത്തിയിരിക്കുന്നു. നിങ്ങളുടെ രക്ഷയുടെ മണിക്കൂർ ഇതാ ആസന്നമായിരിക്കുന്നു. നീതിയും സ്നേഹവും സമാധാനവും നിങ്ങളിൽ സമൃദ്ധമായി വളരുന്നതോടെ എന്റെ സഭ ശക്തി പ്രാപിക്കും. എന്റെ രാജ്യം നിങ്ങളുടെ വാതിൽക്കൽ തന്നെ വന്നെത്തിയിരിക്കുന്നു. 1-3-1988. യേശുവേ, ഞാനാണ്. യേശു എന്റെ അടുക്കൽ നിൽക്കുന്നതായി ഞാൻ ദർശനത്തിൽ കണ്ടു. നീ എന്നെ കാണുന്ന ഓരോ തവണയും എന്നെ നോക്കി പുഞ്ചിരിക്കുക. അതേ പുഷ്പമേ, നിന്റെ രക്ഷകന്റെ സമീപം നിലകൊള്ളുക. നമുക്കൊരുമിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട പിതാവേ, അങ്ങയുടെ മുന്നിലുള്ളത് എന്താണ്? അങ്ങയുടെ മുന്നിലിരിക്കുന്നത് നികൃഷ്ടത തന്നെയാണ്. പിതാവേ, എന്നോട് ക്ഷമിക്കണമേ. എന്തെന്നാൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കൃപാവരങ്ങൾക്കൊന്നും എനിക്ക് യോഗ്യതയില്ല. ഞാൻ ഒന്നുമില്ലായ്മയായതിനാൽ ഞാൻ യാതൊന്നും അർഹിക്കുന്നില്ല. അങ്ങയുടെ അഗാധമായ നന്മ നിമിത്തം അങ്ങയെ ചാരി ആശ്രയിക്കുവാൻ ഈ ഒന്നുമില്ലായ്മയായ എന്നെ അനുവദിക്കണമേ. പ്രിയപ്പെട്ട പിതാവേ, ഞാൻ ഒന്നുമില്ലായ്മയും നികൃഷ്ടയുമാണെങ്കിലും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ കൃപയാൽ പൂർത്തിയാക്കപ്പെടേണ്ടതെല്ലാം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഞാൻ യോഗിയാകുന്നതിന് എനിക്ക് അങ്ങയുടെ ശക്തി അത്യാവശ്യമാണ്. ആമേൻ. അല്ലയോ വസൂല, എന്റെ എല്ലാ നന്മകളും അന്വേഷിക്കുക. എന്റെ നന്മകളെ പിന്തുടരുക, അവയിൽ ജീവിച്ചു വളരുക. നീ ഒന്നുമില്ലായ്മ തന്നെയാണെങ്കിലും കർത്താവായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എല്ലാ സമയത്തും ഏതവസരങ്ങളിലും എപ്പോഴും എന്നിൽ ആശ്രയിക്കുക. ഞാൻ നിന്നെ പൂർണ്ണമായി സഹായിക്കും. എന്നിൽ വിശ്വാസമർപ്പിക്കുക. അവസാനം വരെ അന്ധമായി നിന്നെ നയിക്കുവാൻ എന്നെ അനുവദിക്കുക. ചിലപ്പോഴൊക്കെ എന്റെ കുരിശ് നീ വഹിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്റെ തോളിൽ അത് വെച്ചു തരുന്നതാണ്. ഞാനും നീയും, നീയും ഞാനും. ഞാൻ നിന്നിൽ വിശ്രമിക്കും, നീ എന്നിലും വിശ്രമിക്കും. ഞാൻ എപ്പോഴും വിശ്വസ്തനാണ്. ഞാൻ നിന്നെ ഒരിക്കലും പരിത്യജിക്കുകയില്ല. എന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടി നിന്റെ സർവ്വ കഴിവുകളും അർപ്പിച്ചുകൊണ്ട് എന്നെ പ്രസാദിപ്പിക്കുക. നിന്റെ വ്രതം പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിന്റെ വ്രതത്തോട് നീ സത്യസന്ധത പുലർത്തണം. വിശ്വസ്തത എന്ന നിന്റെ വ്രതത്തോട് നീ സത്യസന്ധത പുലർത്തണം. അതെ, നിന്നിൽ നിന്ന് ഞാൻ ഈ വാക്കുകൾ എത്രമാത്രം ആഗ്രഹിച്ചു. നിന്നിൽ നിന്ന് ഈ വാക്കുകൾ കേൾക്കുവാൻ ഞാൻ അത്യധികം കൊതിച്ചു. കർത്താവെ, എന്റെ വ്രതം പൂർത്തിയാക്കുന്നതിന് എന്നെ സഹായിക്കണമേ. ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുന്നില്ല. നീ ഭയപ്പെടേണ്ട. വാക്കുകളാൽ വിവരിക്കാനാവാത്ത നിന്റെ ബലഹീനതകൾ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ നിന്നെ ഇക്കാര്യം എപ്പോഴും ഓർമ്മിപ്പിച്ചു തരാം. നീ ബലഹീനയാണ്, പക്ഷേ എന്റെ ശക്തിയാൽ നിന്റെ ബലഹീനതയെ ഞാൻ ഇല്ലാതാക്കും. എന്റെ സാന്നിധ്യം അനുസ്മരിക്കുക. എപ്പോഴും എന്നേക്കും നമ്മൾ, നമുക്ക്. സ്നേഹിക്കുക, പ്രത്യാശിക്കുക, വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തുവായ ഞാൻ നിന്നെ ഒരിക്കലും പരിത്യജിക്കുകയില്ല. 2-3-1988. ഞാൻ 3 പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചു. ദൈവത്തെ സ്തുതിക്കുവിൻ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖയാണ് ഇങ്ങനെ പറഞ്ഞത്. യേശുവേ, സ്നേഹം ഇവിടെയുണ്ട്. എന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. എന്റെ സഭയെ പുനരുദ്ധരിക്കുക. എന്റെ സഭയെ പൂർവ്വസ്ഥിതിയിലാക്കുക. എന്റെ പൂന്തോട്ടത്തെ അലങ്കരിക്കുക. തിന്മ പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കുക. സഭ പുനരുദ്ധരിക്കപ്പെടും. സമാധാനം നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കും. വസൂല, നീ പരിപൂർണയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിഷ്കളങ്കയായിരിക്കുക. ഞാൻ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, കാരണം അവർ നിഷ്കളങ്കരാണ്. അവരിൽ വൈരാഗ്യമില്ല. വരൂ, നിന്നെ തിരസ്കരിച്ച എല്ലാവരോടും ക്ഷമിക്കുക. അവരുടെ പാപങ്ങൾ ഒഴുകിപ്പോയ വെള്ളം പോലെയാകട്ടെ. ശിലാഹൃദയരെ നിരായുധരാക്കുന്നതിന് വേണ്ടി നിന്റെ വ്യക്തിത്വത്തെ ഞാൻ ശോഭനമാക്കും. കൊടുക്കുക, അവർക്ക് കൊടുക്കുക. തിന്മയെ സ്നേഹത്താൽ കീഴടക്കുക. എന്റെ പ്രതിബിംബമായി തീരുക. അല്ലയോ പത്രോസേ, എന്റെ പത്രോസേ. യേശു പത്രോസ് എന്ന് വിളിക്കുന്നത് മാർപ്പാപ്പയെയാണ്. എന്റെ പ്രിയപ്പെട്ടവനായ പത്രോസേ, എന്റെ ആടുകളെ സത്യസന്ധതയിലേക്ക് മടക്കി നയിച്ചു കൊണ്ടുവരിക. പത്രോസേ, എന്നെ നോക്കുക. പ്രിയപ്പെട്ടവനെ, എന്റെ മുഖത്തു നോക്കുക. നിന്റെ കർത്താവായ എന്നെ ബഹുമാനിക്കുക. സ്നേഹവും വിശ്വസ്തതയും ഇപ്പോൾ ഒന്നിച്ചു കണ്ടുമുട്ടും. നീതിയും സമാധാനവും ഇപ്പോൾ നിന്റെ വാതിൽക്കലുണ്ട്. എന്നോട് ചേർന്ന് നിൽക്കുന്നവരെ ഞാൻ രക്ഷിക്കും. ഞാനാണ് എന്റെ രക്ഷാസങ്കേതം.
പത്രോസേ, നിനക്ക് ചുറ്റിലും നോക്കുക. നീ എന്നെ കണ്ടില്ലേ? നീ എന്നെ ശ്രദ്ധിച്ചില്ലേ? കായന്മാർ ആബേലുമാരെ കൊല്ലുന്നത് കണ്ട് എന്റെ കണ്ണുകൾ തളർന്നു പോയിരിക്കുന്നു. കാരണം ഞാൻ അവർക്ക് ചെവികൾ നൽകിയിട്ടുണ്ടെങ്കിലും എന്നെ കേൾക്കാൻ അവർ വിസമ്മതിക്കുന്നു. ഞാൻ അവർക്ക് കണ്ണുകൾ നൽകിയിട്ടുണ്ടെങ്കിലും അവർ നോക്കിക്കാണുവാൻ വിസമ്മതിക്കുന്നു. അവർ തങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കിയിരിക്കുന്നു. അവർ അവരുടെ മഹത്വം അന്വേഷിക്കുന്നു. അവർ അന്വേഷിക്കുന്നത് എന്റെ മഹത്വമല്ല. അല്ലയോ പത്രോസേ, ഞാൻ എത്രമാത്രം തളർന്നിരിക്കുന്നു. സ്നേഹം അപ്രത്യക്ഷമായിരിക്കുന്നു. പത്രോസേ, എന്നെ മഹത്വപ്പെടുത്തുക. പ്രിയപ്പെട്ടവനെ, എന്നെ മഹത്വപ്പെടുത്തുക. യേശു പത്രോസിനോട് സംസാരിച്ചത് വളരെ സ്നേഹത്തോടെയാണ്. നമ്മുടെ കർത്താവ് ക്ഷീണിതനും അവശനുമായ രീതിയിലാണ് സംസാരിക്കുന്നത്. പത്രോസിൽ ചാരി ആശ്രയിക്കാമെന്ന രീതിയിലാണ് യേശു സംസാരിച്ചത്. 3-3-1988. വസൂല, എന്റെ സഭയെ അലങ്കരിക്കുക. വിനീത ഹൃദയത്തോടെ, ആത്മാവിൽ ദരിദ്രയാണെന്ന ബോധ്യത്തോടെ എന്റെ സന്നിധിയിൽ പ്രവേശിക്കുക. എന്റെ സന്ദേശങ്ങൾ അടങ്ങിയ പുസ്തകം കയ്യിൽ കരുതുക. നീ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കേണ്ട. എന്നോടൊപ്പം പത്രോസിന്റെ അഥവാ മാർപ്പാപ്പയുടെ അടുക്കിലേക്ക് നടക്കുക. എന്റെ സന്ദേശം അടങ്ങിയ പുസ്തകം മാർപ്പാപ്പയ്ക്ക് കൊടുക്കുക. ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. കർത്താവായ ഞാൻ എന്താണെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കും. കുഞ്ഞെ, എന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ദൈവം എന്നോട് അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് പറഞ്ഞതെങ്കിലും പിന്നീട് മാർപ്പാപ്പയ്ക്ക് സന്ദേശം ഉൾക്കൊള്ളുന്ന പുസ്തകം കൊടുക്കുവാൻ ദൈവം ഇടവരുത്തി. അതെ, എന്റെ ദൈവമേ, എന്നിൽ വിശ്വസിക്കുക. എപ്രകാരമാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കുക. സഭ നവീകരിക്കപ്പെടും. നിങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ നീ അവരെ ഒന്നിച്ചു കൂട്ടും. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് ഞാൻ അവരെ മോചിപ്പിക്കും. അത്യുന്നതനായ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കും. എന്റെ വചനം നീ പ്രഘോഷിക്കും. എന്നെ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദൈവമായ എന്നെ സമീപിക്കുക. എന്റെ സന്ദേശം സ്വീകരിച്ച് നിങ്ങളെ തന്നെ തൃപ്തിപ്പെടുത്തുക. എന്നെ സ്നേഹിക്കുന്നവരും എന്റെ മാർഗത്തിൽ ചലിക്കുന്നവരും എന്റെ അടുക്കിലേക്ക് വരിക. വന്ന് നിങ്ങൾക്ക് തൃപ്തി വരുവോളം ഭക്ഷിക്കുക. എന്റെ സന്ദേശം അഥവാ വചനം സ്വീകരിക്കുക. എന്റെ പഴം ഭക്ഷിക്കുക. എന്റെ പഴത്തിനു വേണ്ടി നിങ്ങൾ കൂടുതലായി വിശക്കും. ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കിലേക്ക് വരുവിൻ. എന്നെ പാനം ചെയ്യുക. എനിക്ക് വേണ്ടി നിങ്ങൾ കൂടുതലായി ദാഹിക്കും. എന്റെ നന്മകളെ പിന്തുടരുന്നവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവർ എന്നെ മഹത്വപ്പെടുത്തും. വസൂല, ഞാൻ നിന്നെ എപ്പോഴെങ്കിലും പരിത്യജിക്കുമോ? എന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ എന്റെ തോട്ടത്തെ അഥവാ സഭയെ അലങ്കരിക്കും. ഞാൻ എന്റെ പഴത്തോട്ടം നനയ്ക്കും. എന്റെ പൂമൊട്ടുകൾക്ക് ഞാൻ ജലസേചനം നൽകും. സഭയിൽ അച്ചടക്കമുണ്ടാകുവാൻ ഞാൻ ഇടവരുത്തും. ഓരോ വചനവും ഞാൻ തന്നെ എഴുതും. എന്റെ താല്പര്യങ്ങൾക്കും മഹത്വത്തിനും വേണ്ടി എന്റെ രഹസ്യങ്ങളെ കുറിച്ചുള്ള അറിവിലേക്ക് കർത്താവായ ഞാൻ നിന്നെ പ്രവേശിപ്പിച്ചു. പ്രിയപ്പെട്ട പിതാവേ, ഞാൻ അങ്ങയെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്നു. വരൂ, നമുക്ക് എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.